നമ്മുടെ ഉരുളക്കിഴങ്ങ് കടലമാവ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്നാക്സ് ആണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ മുരിങ്ങയില കിട്ടാനില്ലാത്തവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലപ്പൊടിയും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള ഒരു ചെറിയൊരു സ്നാക്സ് ആണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ഇത്രയും കടലപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സവാള, പിന്നെ ഇത് മുരിങ്ങയിലയാണ്. ഞാൻ ഇത് ഉപയോഗിക്കാൻ പോകുന്ന മുരിങ്ങയിലയാണ്. പിന്നെ ഇത് അരിഞ്ഞു വെച്ച വേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള പേസ്റ്റായിട്ടും എടുക്കാം, ഇങ്ങനെ ചതച്ചും എടുക്കാം. ഞാനിതിപ്പോൾ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് അല്പം ജീരകം ചേർത്ത് കൊടുക്കണം. ഇനി ഇത്തിരി അയമോദകം കൂടി ചേർത്ത് കൊടുക്കാം. ഇതാ അയമോദകം. ഞാൻ ഈ അയമോദകം ഒരല്പം മതി, അയമോദകം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഇടിച്ച മുളകാണ് കേട്ടോ, ഇത്തിരി തരിമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലാത്തതുകൊണ്ട്, പച്ചമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഇത്തിരി മുളക് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് എടുക്കണം. നന്നായിട്ട് ഇത് ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പാനിൽ വെച്ച് നമുക്ക് ശരിയാക്കാൻ തുടങ്ങാം. ഇത് നമ്മുടെ ഈ മാവിനകത്തേക്ക് വെച്ച് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങാണ്. ഞാൻ 2-3 ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് പൊടിച്ച് നമുക്ക് ആ മാവിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് എടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല കട്ടിയായിട്ട് വരുന്ന രീതിയിൽ വെള്ളമെല്ലാം വറ്റി നല്ല കട്ടിയായിട്ട് എടുക്കണം. വെള്ളം വറ്റുന്ന ആ ഒച്ചയാണ് ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സാധനങ്ങളെല്ലാം വെന്ത് നല്ല രുചികരമായിട്ട് മാറും. ഇതായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് പകർത്തി തണുക്കാനായിട്ട് വയ്ക്കാം.
നമ്മുടെ തണുക്കാനായിട്ട് വെച്ചിരുന്ന ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇതുപോലെ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് മുറിച്ചെടുത്ത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാവുന്നതാണ്. ഇതിനകത്ത് മല്ലിയില ചേർക്കണമെന്നുള്ളവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കേട്ടോ, മുരിങ്ങയില കിട്ടിയില്ലെങ്കിൽ. നമ്മുടെ ഉരുളക്കിഴങ്ങ് കടലമാവ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ സ്നാക്സ് ആണ്, അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ മുരിങ്ങയില കിട്ടാനില്ലാത്തവർക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.